ശ്രീമതി മാല പാർവതി, നമ്മൾ ഈ വിധി വന്ന സമയത്ത് രാവിലെ ഒന്ന് പ്രതികരിച്ചാണ്. പക്ഷേ വൈകുന്നേരത്തെ പ്രേക്ഷകർക്കായി ഇപ്പോൾ വിധിയുടെ കുറച്ചുകൂടി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മലയാള സിനിമയിലെ സ്ത്രീവിരുദ്ധ സമീപനം ഇല്ലാതാക്കപ്പെടണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം. പൂർണ്ണാർത്ഥത്തിൽ നടപ്പാക്കണമെങ്കിൽ ഒരു പൊതു ചർച്ച വേണം. അതായത് ഇതിങ്ങനെ മറച്ചു വെക്കുകയല്ല, പൊതു ചർച്ച വേണം. പൊതു ചർച്ച നടത്തുന്നതിൽ മാധ്യമങ്ങൾക്കും പങ്കുണ്ട്. അപ്പോൾ ഒരു ആശങ്കയും ഹർജിക്കാരന് വേണ്ട എന്ന് കൂടി പറയുകയാണ്. അപ്പോൾ വിവരാവകാശ നിയമം എന്താണ് എന്ന് കൂടി ജസ്റ്റിസ് VG അരുൺ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ വിധി വരുമ്പോൾ മന്ത്രി സജി ചെറിയാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സർക്കാർ നേരത്തെ എടുത്ത നിലപാട് ശരിവെക്കുന്നതാണ് കോടതിയുടെ ഉത്തരവെന്നും ആണ്. മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പാക്കാൻ ഒരു സിനിമാ കോൺക്ലേവ് നടത്തുമത്രേ. അപ്പോൾ സിനിമാ കോൺക്ലേവിടെ എല്ലാം പരിഹരിക്കപ്പെടുമോ? അതാണോ നിങ്ങളുടെ പ്രതീക്ഷ, മാല പാർവതി? എല്ലാ സംഘടനകളെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഒരു തരത്തിലുള്ള സെമിനാർ, അതൊക്കെ വളരെ ആശാസ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പൊ ICC എല്ലായിടത്തും വയ്ക്കണം എന്ന് പറയുന്നുണ്ട്. ICC എല്ലായിടവും രൂപീകരിക്കണം, എല്ലാ സെറ്റിലും വേണം. പക്ഷെ ICCയുടെ നിയമം എന്താണ്, എന്തെല്ലാമാണ് ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് സെക്ഷൽ ഹാരസ്മെന്റ് ആക്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിശദ വിവരം എത്ര സിനിമയിലുള്ളവർക്ക് അറിയാമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ ഞാന് പിന്നെ ഞങ്ങളുടെ ആക്ടേഴ്സിന്റെ സംഘടനയിൽ ICCയിൽ നിന്ന് രാജിവെച്ച സമയത്ത് എനിക്ക് അവിടെ പറയണം എന്നുണ്ടായിരുന്നു, ആ കമ്മിറ്റിയിൽ എന്തുകൊണ്ടാണ് ഞാൻ രാജിവെക്കുന്നത് എന്ന് ജനറൽ ബോഡിയിൽ എനിക്ക് എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഒരു മെയിൽ അയച്ചിരുന്നു. പക്ഷെ അതിന് എനിക്കൊരു മറുപടിയും വന്നില്ല. എനിക്ക് അവിടെ അവതരിപ്പിക്കാനുള്ള അവസരവും ലഭിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും വ്യക്തികൾക്കെതിരെ അല്ല, ഇതൊരു സിസ്റ്റം മാറുന്നതിന് വേണ്ടിയാണെന്ന് നമ്മൾ കുറേ കാലം കൊണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സിസ്റ്റമാണ് മാറണം. ആരെയും വ്യക്തിപരമായി പിടിച്ച് ജയിലിടാനോ ആരെയും ആക്ഷേപിക്കാനോ ഒന്നുമല്ല. പക്ഷെ നാളെ നമ്മളൊരു സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ നല്ല നാളേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കണം. എവിടെയെങ്കിലും ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും മാറ്റി നിർത്തലുകളോ അല്ലെങ്കിൽ മിസോജിനിസ്റ്റ് ആയിട്ടുള്ള കമന്റുകളോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എതിരെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോഴോ അതൊന്നും നടക്കാത്ത നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാവാനായിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നവർ പ്രവർത്തിക്കണം. അതിനുവേണ്ടിയാണ് ഈ ശ്രമങ്ങൾ അത്രയും. അപ്പോൾ അത് ഒരു കോൺക്ലേവിലൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിലുള്ള സെമിനാർ നടത്തുകയും എല്ലാവരും അതിനകത്ത് പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലത്. പക്ഷെ വെറുതെ ഒരു ചടങ്ങിന് വേണ്ടി എല്ലാത്തിൽ നിന്നും ഓരോ മെമ്പേഴ്സ് വന്നിരുന്ന് ടോപ്പിലെ ആൾക്കാർ കേട്ടാൽ മാത്രമേ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ കോൺക്ലേവ് നടത്തുന്നതിന് മുൻപ് തന്നെ റിപ്പോർട്ട് പുറത്തുവിടുക എന്നുള്ള ഒരു പ്രാഥമികമായ വിഷയമുണ്ടല്ലോ, അത് തന്നെ എഡിറ്റഡ് വേർഷൻ പുറത്തുവിടുന്നു എന്നുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിപ്പോൾ വിവരാവകാശ കമ്മീഷനായാലും ആരെയും വേദനിപ്പിക്കാതെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ മതി എന്ന് പറയുന്നു. അത് മാറ്റങ്ങൾ വരുത്താനുള്ള കാര്യങ്ങൾ മാത്രമെന്ന് പറയുന്നു. അത് എത്രത്തോളം അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ വനിതാ പ്രവർത്തകർ? ഇപ്പൊ ഇത് WCC ആണ് ഇത് ആവശ്യപ്പെട്ടത്. അവരോട് തന്നെയാണ് ഇതിന്റെ ചോദ്യം ചോദിക്കേണ്ടത്. അവർ വളരെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ അത്രയും അംഗീകാരമുള്ള വ്യക്തികളാണ്. അവർ അത്രയും ഫൈറ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. അതിന്റെ ഒരു അവകാശവാദം പിടിച്ചെടുക്കാൻ ഞാൻ ആളല്ല. ഞാൻ അങ്ങനെ അതിന്റെ പ്രവർത്തകയുമല്ല. പക്ഷെ എങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ അതിന്റെ പൂർണ്ണമായി ഒന്നും വന്നില്ലെങ്കിലും ആ ഇക്വിലിബ്രിയം ഒന്നും തെറ്റിക്കുമെന്ന് ഞാൻ ഇത്രയും വർഷത്തെ എന്റെ അനുഭവം, 54 വയസ്സായി എനിക്ക്, കുറെ കാലം കൊണ്ട് സമൂഹത്തിന്റെ ബാലൻസോ ഇക്വിലിബ്രിയമോ മാറ്റുന്ന ഒരു തീരുമാനവും സ്റ്റേറ്റിൽ നിന്നുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബോധമോ അല്ലെങ്കിൽ ഒരു പെസിമിസമോ എനിക്കുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും വിശ്വസിക്കുന്നില്ല. അങ്ങനെ പെട്ടെന്നതായി ഇപ്പൊ ഒരു പൂങ്കാവനം ഉണ്ടാവും അല്ലെങ്കിൽ ഇപ്പൊ എല്ലാം മാറും, പെട്രയാർക്കി മാറും, അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പെട്ടെന്നൊന്നും മാറണ്ട. പക്ഷേ മാല പാർവതി, നമ്മുടെ സൊസൈറ്റി എത്രത്തോളം മാറിയിരിക്കുന്നു. ഇവിടെ അനീതിയും അക്രമവും ബലാത്സംഗവും ഒന്നും നടക്കുന്നില്ല എന്നല്ല, ഓരോന്നും നടക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുകയും ആളുകളുടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങൾ അടക്കം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക കാലമാണല്ലോ ഇത്. എന്തുകൊണ്ട് സിനിമാ പ്രവർത്തകർക്കിടയിൽ അത് സംഭവിക്കുന്നില്ല? അല്ല, അത് തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ മാറി എന്ന് പുറമേ ഒരു ഇതാണെങ്കിൽ പോലും നമ്മളതിന്റെ ആ തുടക്കത്തിലുള്ള ഒരു ബഹളം, പിന്നീട് പരാതി കൊടുത്ത ആൾക്കാർ പലപ്പോഴും ഒറ്റപ്പെടുന്നത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ആ ഒരു ഇനിഷ്യലി ഒരു വലിയ ബഹളവും ഒരു അംഗീകാരവും അങ്ങനൊരു ഇങ്ങനൊരു ചർച്ചയൊക്കെ വരും. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടികള്, ഈ പരാതി കൊടുത്ത കുട്ടികൾക്ക് എത്ര പേർക്ക് ജോലിയുണ്ട്, അവർ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്, എത്ര പേര് അവർക്ക് ആ മേഖലയിൽ നിൽക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ ഇപ്പോഴും പ്രയാസം തന്നെയാ സ്മൃതി. സിനിമയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഉടനെ എല്ലാവരും കൂടെ അതൊരു അൺടച്ചബിൾ ആയി മാറ്റും. എല്ലാവരും പിന്നെ ആ കുട്ടിയെ തൊടൂല, അതിനെ ഒരു കാശ് കൊടുക്കൂല, അതിനൊരു വേഷം കൊടുക്കൂല. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനതിനെ ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, ഗതികേട്.
100% ഗതികേട്. ഈ ICC ഇപ്പോൾ സെറ്റുകളിൽ വേണമെന്നുള്ള കാര്യം നിർബന്ധമാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കുന്ന എത്ര പേരുണ്ട്? ഒരു 75% സെറ്റിലൊക്കെ ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് നേരിട്ട് വിളിച്ച് ചോദിക്കുകയും ഇവരുടെ യൂണിറ്റ് വാനിൽ ICC മെമ്പേഴ്സിന്റെ പേര് അടിച്ചു വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരു 4-5 സെറ്റിൽ ഞാൻ പോയിട്ടുണ്ട്. എല്ലായിടത്തും ഒന്നും ആയിട്ടില്ല. എന്നാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു ഫോളോ അപ്പ് ഉണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സിനെ വിളിച്ചിട്ട് ആരാണ് ICC മെമ്പേഴ്സ്, ഷൂട്ടിംഗ് തുടങ്ങിയോ, അവിടെ എത്ര പേര് ICC മെമ്പേഴ്സ് ആരൊക്കെയാന്നൊക്കെ പറഞ്ഞ് മിക്കവാറും നമ്മുടെ നിന്നൊക്കെ ഒരു ഒപ്പൊക്കെ വെച്ചോണ്ട് പോകാറുണ്ട് ICC മെമ്പർ ആയി എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ അഭിനയിച്ച ഒരുപാട് സിനിമകളൊന്നും ഞാൻ അഭിനയിക്കുന്നില്ല, പക്ഷെ 3-4 സിനിമകളിൽ ഞാൻ അഭിനയിച്ചതിലും എല്ലാം തന്നെ ആ ഒപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ കമ്മിറ്റി ആരാ വെക്കണം എന്നൊക്കെ നമ്മുടെ ചിലർ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അഭിനയിച്ചത്. പക്ഷെ ഇതെല്ലാമാണെങ്കിലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ് സിറ്റുവേഷൻ ആദ്യം അറിഞ്ഞിട്ട് പിന്നല്ലേ അനാലിസിസ്. സിറ്റുവേഷൻ തന്നെ പുറത്തു വരാൻ ആരും അനുവദിക്കുന്നില്ലല്ലോ. എന്താണ് സജിമോൻ പാറയിൽ പോലെ ഒരു വ്യക്തിയുടെ പ്രശ്നം? എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നം? അദ്ദേഹം പറയുന്നു ഇത് പൊതു താല്പര്യത്തിനെതിരാണെന്ന്. സ്ത്രീകൾ ഒരുപാട് നല്ല ഫൈറ്റിന് ശേഷമാണ്, ഒരുപാട് സമരങ്ങൾക്ക് ശേഷമാണ് ഒരു ഹേമ കമ്മീഷൻ ഉണ്ടായത്. അത് പക്ഷെ പെട്ടെന്ന് തന്നെ അതിനെ ലൈറ്റാക്കി കമ്മീഷൻ മാറി കമ്മിറ്റിയായി. അങ്ങനെ നോക്കൂ എങ്ങനെയാണ് അത് സംഭവിച്ചത്. കമ്മീഷൻ മാറി കമ്മിറ്റി ആകുമ്പോൾ പവർ കംപ്ലീറ്റ് ആയിട്ട് പോയി ആ ഒരു കാര്യത്തിന്റെ. ഈ കമ്മിറ്റിയിലെ അംഗം ശാരദ നേരത്തെ നടത്തിയ പ്രതികരണങ്ങൾ പോലും നമ്മുടെ മുന്നിലുണ്ട്. അവരൊക്കെ സിനിമയിൽ ഉണ്ടായിരുന്ന കാലത്ത് കണ്ടുവന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ ഒരു പിഴവല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാൾ കൂടി കമ്മിറ്റിയിൽ ഉണ്ടാകുമ്പോൾ എന്ത് തരം ഒരു മാറ്റമാണ് നടപ്പാവുക എന്നൊരു ചോദ്യം കൂടി ഇല്ലേ? അല്ലെ, ഇവര് കൂട്ടായ്മയാണല്ലോ. ഇപ്പൊ നമ്മളൊക്കെ ചെന്നിരുന്നത് അവരുടെയൊക്കെ മുമ്പിൽ തന്നെയാണ് പറയുന്നത്. ഹേമ മാഡം ഉണ്ടായിരുന്നു, മത്സരകുമാരി മാഡം ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മത്സരകുമാരി മാഡമൊക്കെ നമ്മൾ വളരെ വിശ്വസിച്ചാണ് അവരോട് പറഞ്ഞത്. ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെയൊക്കെ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ നമ്മളൊക്കെ പറഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഇത് ഒരു വ്യക്തിയുടെയും പേര് വരുമെന്ന് സ്മൃതി വിചാരിക്കുക വേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ സിറ്റുവേഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്ന സൗകര്യമില്ല ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ഒരു പഠനം വന്നാൽ അത് നാളേക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്താൽ കൊള്ളാം. പേര് പുറത്തു വരണമെന്ന മാലാ പാർവതി ആഗ്രഹിക്കുന്നുണ്ടോ? ചിലരെങ്കിലും പേര് പുറത്തു വന്നാലേ നന്നാവൂ എന്ന ചില ആളുകൾ ഉണ്ടാവും. അങ്ങനെ പറയണം എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് അങ്ങനെ നടക്കൂല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അങ്ങനെ ഞാൻ പറയുകയാണ്, ഓക്കെ എല്ലാ പേരും പുറത്തു വരണം. എന്നിട്ട് എന്ത് ചെയ്യാനാ സ്മൃതി? ഒന്നും വരാൻ പോകുന്നില്ല. വെറുതെ എന്തിനാ അങ്ങനെ ഒരു കാര്യം പറയുന്നത്? അങ്ങനെ ഒന്നും വരൂല. കാരണം ആരുടെയും പേര് വരില്ല. ഈ ഒരു ഇക്വിലിബ്രിയം വിട്ടിട്ടുള്ള ഒരു കളി നടക്കൂല. അതാണ് ഒരു കഷ്ടം. സർക്കാരിന് ഈ വ്യവസായം തകരുമെന്ന ഭീതിയാണ്. കാരണം അല്ല, അത് മാത്രമല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു കമ്മീഷന്റെ ഒരു ആളൊരു പേര് പറഞ്ഞാല് അത് കമ്മീഷനായിരുന്നെങ്കിൽ ആക്ഷൻ എടുക്കണം. അതുകൊണ്ടാണ് കമ്മീഷൻ മാറ്റി കമ്മിറ്റി ആക്കിയത്. ഇനി ആ പേര് പുറത്തു വന്നാൽ അതിന് നിയമപരമായി ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. നിയമപരമായ ആക്ഷൻ എടുക്കാനായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും നിലവിലില്ല. ഏത് കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങും? അതിന് മുമ്പ് മരിച്ചുപോയവരൊക്കെ രക്ഷപ്പെട്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിനകത്ത്. എവിടെ നിന്ന് തുടങ്ങണം? സിനിമ തുടങ്ങിയ കാലം മുതൽ വലിയ വലിയ പേരുകളെല്ലാം എത്ര കഥകളാണ് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് അല്ലേ? ഒരുപാട് ഒരുപാട്. അപ്പൊ അവർ കുറെ ആൾക്കാർ മരിച്ചു. ഇപ്പൊ ജീവിച്ചിരിക്കുന്നവർ മാത്രമേ അതിന്റെ പ്രശ്നത്തിൽ വരുള്ളൂ. ഇതൊരു സിസ്റ്റം ആയിരുന്നല്ലോ. അപ്പൊ ഈ സിസ്റ്റം മാറുക അതിനൊരു നിയമം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അത് അങ്ങനെ ചെയ്യില്ല ഒരു ഗവൺമെന്റ്. ബിക്കോസ് അതൊരു ഭയങ്കര ഇൻസ്റ്റബിലിറ്റി ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്യൂല. കാരണം നിയമപരമായി നടത്തുക, അതിനൊരു തെളിവെടുപ്പ് ഒന്നും പ്രാവർത്തികമല്ല. അപ്പൊ അത് അവർ ചെയ്യില്ല. അത് എന്റെ ഒരു അറിവാണ്. അത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് കഴിഞ്ഞ ചാനലുകളിൽ നിന്നൊക്കെ വിളിച്ചവർക്ക് ചോദിച്ചു അതെന്താ നിങ്ങൾ അങ്ങനെ പറയാത്തത്? അതെന്റെ ഒരു പക്വതയായിരിക്കാം, എൻ്റെ ഒരു അറിവായിരിക്കാം. അത് അങ്ങനെ നടക്കൂല എന്നുള്ള എൻ്റെ വിശ്വാസമായിരിക്കാം, തെറ്റായിരിക്കാം. ഞാൻ ഒരു കൺവെൻഷനലായിട്ട് നിൽക്കുന്ന ഒരാളായതുകൊണ്ടുള്ളതായിരിക്കും. അങ്ങനെ വിപ്ലവകരമായി ചിന്തിക്കുന്ന ഒരു പ്രായമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അത് ഇപ്പൊ എനിക്കില്ല. നിരാശയിൽ നിന്നുള്ള പ്രതികരണമായി മനസ്സിലാക്കട്ടെ. എന്നും പറയാം. അതെന്നും അങ്ങനെ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസൺ ആയിട്ട് അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞങ്ങൾ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്, ഒരുപാട് കൂടുതൽ ജോലി ചെയ്തിട്ടാണ് കുറച്ചെങ്കിലും ഒരു മുൻനിരയിൽ അല്ലെങ്കിൽ ഒരു പേരെടുത്ത് പറയുന്ന ഒരു നിരയിലെങ്കിലും നിൽക്കുന്നത്. അത്രയും അധ്വാനിച്ചിട്ടാണ്. എളുപ്പമുള്ള വഴി കൂടെ നടന്നു വന്നവരല്ല.
അപ്പൊ അതുകൊണ്ട് ഏത് സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോഴും നമുക്കറിയാമായിരുന്നു നമ്മൾ ഇവിടെയാണ്, നമ്മളുടെ പൊസിഷൻ ഇതാണ്, കുറച്ചും കൂടെ മുമ്പോട്ട് കയറാൻ പോയാൽ അത് ശരിയാവില്ല എന്ന് പഠിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ, എന്റെ ഫാമിലിയിൽ നിന്നല്ല സൊസൈറ്റിയിൽ നിന്ന്. അപ്പൊ അത് ഒരു എന്താ, അത് നമുക്കൊക്കെ ഒരു ഗ്ലാസ് സീലിംഗ് ഉണ്ട്. ഇന്ന് കഴിഞ്ഞ വരുന്ന തലമുറയ്ക്ക് അതില്ല. ആ കുട്ടികളാണ് നമുക്ക് ഇൻസ്പിറേഷൻ. ആ ഇൻസ്പിറേഷൻ ഞാൻ എന്റെ കുറ്റമാണ് പറയുന്നത്. ഞാൻ എന്റെ എന്താ പറയാ, ഈ ഫൈറ്റ് ചെയ്യുമ്പോഴും ബഹളം ഉണ്ടാക്കുമ്പോഴും അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുമ്പോഴും ഈ ഭയം എന്റെ ഉള്ളിലുണ്ട്. ആ ഗ്ലാസ് സീലിംഗ് ഉള്ള ഒരു തലമുറയിൽപ്പെട്ട ഒരാളാണ് ഞാൻ. ചെറുപ്പക്കാരായി ഇപ്പൊ പാർവതി തിരുവോത്തോ അല്ലെങ്കിൽ റിമയോ ഒക്കെ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ നമുക്ക് അങ്ങേയറ്റത്തെ ആദരവ് പാർവതിയോടൊക്കെ തോന്നും. തീർച്ചയായും വലിയ വില കൊടുക്കുന്നുമുണ്ട്. അവർക്ക് പ്രൊഫഷണൽ ലൈഫിൽ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുമുണ്ടല്ലോ. അത് നമുക്കുണ്ട്. അതിപ്പോ നമ്മളിപ്പോ പിന്നെ ഒന്നിനും ഇല്ലെങ്കിലും നമ്മളും ഉണ്ട്. കാരണം ഇത് പറയാൻ സാധ്യതയുള്ളവരെ പോലും വെട്ടിക്കളയും. മനസ്സിലായോ? ശരി, ഇത്ര പറഞ്ഞാൽ മതി, ഇത്ര പറഞ്ഞാൽ മതി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.